മോളെ നീ ഇങ്ങനെ ഇമോഷണൽ ആയാലും എങ്ങനെയാ? കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്ക്. പ്രാക്ടിക്കലായി ചിന്തിച്ച് തന്നെയാ ഞാൻ ഇങ്ങനെ തീരുമാനം എടുത്തത്. അവനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പും ഇപ്പൊ പിരിയാൻ തീരുമാനിച്ചത് ഒരുപാട് ആലോചിച്ചിട്ട് തന്നെയാ. വക്കീലിനെ കണ്ട് ഞാൻ പേപ്പേഴ്സ് മൂവ് ചെയ്തിട്ടുണ്ട്. അതൊരു ജോയിന്റ് പെറ്റീഷൻ ആക്കി അവരൊന്ന് ഒഴിവാക്കി തരണം. ഇതിൽ ചിറ്റപ്പൻ ഇടപെട്ടേ പറ്റൂ. മോളെ നീ ഇതും പറഞ്ഞ് ഡിവോഴ്സിന് ഇറങ്ങിയ എന്ത് മാനക്കേടാ. അവന്റെ മമ്മിയുടെയും ഫാമിലിയുടെയും ഒക്കെ കാര്യം എന്താ നീ ചിന്തിക്കാത്തത്? നിന്റെ മമ്മിയുടെയും പപ്പയുടെയും ഈ ചിറ്റപ്പന്റെ കാര്യം എന്താ ചിന്തിക്കാത്തത്? ഇതൊക്കെ പുറത്തു വന്ന നാണക്കേടാ മോളെ. ഒരു നിസ്സാര കാര്യം മതി സോഷ്യൽ മീഡിയ ഇതൊക്കെ ആഘോഷിക്കാൻ. ചിറ്റപ്പ സോഷ്യൽ മീഡിയ ആഘോഷിച്ചില്ലേ എല്ലാരും കൂടി ആഘോഷിച്ചില്ലേ? ചിറ്റപ്പൻ വരെ ആൻസി കുഞ്ഞമ്മയുടെ ജീവിതം മുഴുവൻ തകർത്തത് ഇതേ സോഷ്യൽ മീഡിയ അല്ലേ? അതിന്റെ കാരണക്കാർ ആരൊക്കെയാ? ഇവിടെ തന്നെ ഉണ്ടല്ലോ, അവരെ ചിറ്റപ്പൻ അറിയാം. മോളെ യൂണിവേഴ്സിറ്റി എക്സാമിനേഷന്റെ കാര്യം പറഞ്ഞു വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ട. ഞാൻ ആ MLA ചെക്കനെ ഒന്ന് കാണട്ടെ, അവനോട് സംസാരിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. വേണ്ട ചിറ്റപ്പ, പരീക്ഷാ മാർക്ക് ലിസ്റ്റിന്റെ കാര്യം മാത്രമല്ല, അല്ലാതെ ഉണ്ട് കാര്യങ്ങൾ. ചിറ്റപ്പിന് പോലും അറിയാമെങ്കിലും അറിയില്ല നടിക്കുന്ന കുറെ കാര്യങ്ങൾ. അതെനിക്കറിയാം. അതുകൊണ്ട് അവനോട് ഇതൊക്കെ എടുത്ത് ഇവിടുന്ന് പോവാൻ പറ.